നർമ്മമാസ് എന്ന് പറയുമ്പോ ഒരാളുടെ മാത്രം ഫോട്ടോ മതി ആ സിനിമയ്ക്ക് കയറാനായിട്ട്, ബേസിൽ ജോസഫ്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് എല്ലാവർക്കും സിനിമ കാണാനുള്ള എക്സ്പെക്ടേഷൻ കുറച്ചും കൂടി കൂടി. ഇപ്പൊ വരുന്ന റീസെന്റ് പോസ്റ്റേഴ്സ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ടീമിന്റെ പോസ്റ്റർ തന്നെ വളരെ എന്താ പറയാ ഫണ്ണായിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ, ബേസിൽ ജോസഫ്, രാജേഷ് മാധവ്, പിന്നെ ഇത് ഹീറോ സിജുവിന്റെ കാര്യം എടുത്ത് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് അതിന്റെ റൈറ്റർ. അതില് ആളുടെ മുന്നേ രോമാഞ്ചം സമയത്ത് വന്ന ഇന്റർവ്യൂസിലൊക്കെ ആള് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആള് ഈ സിനിമ എഴുതുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കാര്യം. കാരണം ആള് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാം, നമ്മള് വെട്ടിയാരെ കൂടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയാം. നമുക്ക് പുള്ളിയുടെ ഒരു സിനിമ വിജയിക്കാന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം. പിന്നെ വന്ന സിനിമകൾ നമുക്ക് അറിയാം, വാഴയാവട്ടെ, ഗുരുവായൂരമ്പലനാടകമാവട്ടെ, നല്ല രസകരമായിട്ടുള്ള നായകനായിട്ട് നായകന് തുല്യമായിട്ടുള്ള കഥാപാത്രം. വാഴയിലത്തെ റോളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഹീറോ അത് തന്നെ. മൂന്നാൾക്കാരിലും ആ പോർഷൻ തന്നെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അതായത് അസീസും പുള്ളിയും വരുന്ന സമയത്ത്